ചേർത്തുക. മക്കളെ, ഓണമൊക്കെ അങ്ങോട്ട് അടുത്ത് വന്നല്ലോ. അപ്പൊ നമുക്ക് സദ്യക്ക് കഴിക്കാനുള്ള പച്ചടിയും കിച്ചടിയും എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് കാണാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയിൽ ആണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, വേഗം പണിയും കഴിയും. മക്കളെ, ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോണത് വെള്ളരിക്ക കിച്ചടിയാണ്. ഞാനിതാ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കിച്ചടി, വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കുമ്പോൾ വേവിച്ചിട്ടുണ്ടാക്കും, വേവിക്കാതെ ഉണ്ടാക്കും. ഞാനിത് ഉണ്ടാക്കാൻ പോണത് വേവിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഞാനിവിടെ 2 കപ്പ് വെള്ളരിക്ക അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം വരും. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കിനി ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഈ മുറിച്ചിട്ടാലാണ് പച്ചമുളകൊന്ന് വേഗം അരിഞ്ഞ് കിട്ടും കേട്ടോ. അതിനാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ മീഡിയം പുളിയുള്ള 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടി നമ്മൾ തൈര് എടുക്കുമ്പോൾ മീഡിയം പുളിയുള്ള തൈര് വേണം എടുക്കാവൂ. അപ്പോഴാണ് നമ്മുടെ കിച്ചടി റെഡിയായി വരിക. നല്ല പുളിയുള്ളതും എടുക്കരുത്, തീരെ പുളി ഇല്ലാത്തതും എടുക്കരുത്. ഇതാ മക്കളെ, ഇതേപോലെ നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇപ്പം നമ്മുടെ വെള്ളരി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിപ്പോൾ ഇച്ചിരി വെള്ളമുണ്ട്. ഇത് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇളക്കിയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര് ഒന്ന് ഉടച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത്രയും ചേർത്ത് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ വെള്ളരിയും തേങ്ങയും തൈരും ഒക്കെ ഒന്ന് മിക്സായി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ഇടിച്ച് പൊടിച്ച് ചതച്ചത് ഇട്ട് കൊടുക്കുക. കടുക് പൊടിച്ചിട്ടാലാണ് വെള്ളരിക്ക കിച്ചടി ആവുന്നത്. ഈ കടുക് പൊടിച്ചിട്ടില്ലെങ്കിൽ വെള്ളരിക്ക പച്ചടിയാവും കേട്ടോ. അതാണ് രണ്ടിൻ്റെയും വ്യത്യാസം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തൈരിൻ്റെ പുളിയിനനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ചിലപ്പോൾ കൂടോ കുറവൊക്കെ ചെയ്യും. അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് നമുക്കിനി ഒന്ന് നല്ല ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പം നമുക്ക് ഇളക്കി തീ വെച്ചിട്ട് ഒന്ന് നല്ല ആവി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തിളച്ചാൽ തേങ്ങയും തൈരും പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തിളയ്ക്കാൻ പാടില്ല പറയുന്നത്. ഒന്ന് നല്ല ചൂടായ ഇറക്കി വെക്കാം. ഇപ്പം ഇതിൽ ചെറിയ ചെറിയ പുളകം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തിളപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കതിൽ കടുക് താളിച്ച് കൊടുക്കണം. അതിന് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിൽ 2 വറ്റൽ മുളക് മുറിച്ചതിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 തണ്ട് കരിയാപ്പിലയും ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരട്ടെ. ഇനി നമുക്ക് ഇങ്ങനെ എടുത്ത് നമ്മുടെ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മക്കളെ, ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ മൂടി വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കടുക് വറുത്തതിൻ്റെ മണം ഇതിൽ പിടിക്കുള്ളൂ. അപ്പം നമ്മുടെ കിച്ചടി ഇപ്പം റെഡിയായി. മക്കളെ, ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം കേട്ടോ. മക്കളെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ചെറിയ 2 കപ്പ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ.
ഇനി നമുക്ക് ബീട്രൂട്ടിനൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനിത് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും വെള്ളവും പാടെ ബീട്രൂട്ടിൽ നന്നായിട്ട് മിസ്സാവട്ടെ. ഞാനിതിപ്പോൾ ചെറുതായിട്ടാണ് ചിരകിയെടുത്തിട്ടുള്ളത്. ഇനി ചിരകിയെടുക്കുന്ന സാധനം വീട്ടിലില്ലെങ്കിൽ നല്ല കുനുകുനുകുനായിട്ട് അരിഞ്ഞെടുത്താലും മതി, കനം കുറച്ചിട്ടാ. ഇത് കണ്ടില്ലേ മക്കളെ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഒരു മീഡിയം തീ വെച്ച് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിന് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. എനിക്ക് എരിവ് കുറച്ചാണ് ആവശ്യമുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് നമ്മുടെ തൈരിൻ്റെ പുളിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് നേരത്തെ അരച്ചില്ല അതേപോലെ പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇതേപോലെ നല്ല നൈസായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ ബീട്രൂട്ട് ഒരു 3 മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റും കൂടി ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് 3 മിനിറ്റ് കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 6 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തീ കത്തിച്ചിട്ട് തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ച് എടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ മക്കളെ, നമ്മുടെ ബീട്രൂട്ടിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പൊ വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങ ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ അരപ്പും ബീട്രൂട്ടൊക്കെ ഒന്ന് മിസ്സായി വരട്ടെ. തീ വെക്കുമ്പോൾ ഒരു മീഡിയം ലെവലിൽ വെക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ 1.5 കപ്പ് തൈര് മിക്സിയിൽ അടിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കിയിട്ട് വേണം നമുക്ക് ഉപ്പൊക്കെ പാകാക്കാൻ കേട്ടോ. ഇതിന് മീഡിയം പുളിയുള്ള തൈരാണ് എടുക്കേണ്ടത് കേട്ടോ, അതാണ് നല്ലത്. ഇതിലിപ്പോൾ തേങ്ങ അരച്ച് ഒഴിച്ചല്ലോ, ഈ തേങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് കടുക് പൊടിച്ചിട്ടും കൂടി ഇടുകയാണെങ്കിൽ അപ്പം ബീട്രൂട്ട് കിച്ചടിയാവും കേട്ടോ. കടുക് പൊടിച്ചിടാത്തതുകൊണ്ട് ബീട്രൂട്ട് പച്ചടിയായി. ഇപ്പം കണ്ടില്ലേ മക്കളെ, നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇപ്പം പകുതി 1/4 ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് താളിച്ചെടുക്കണം. അതിന് ഇങ്ങോട്ട് മാറ്റി വെക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നാൽ 3 വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം. ഇങ്ങനെ എടുത്ത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇത് കടുക് താളിച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളെ ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട്. അപ്പം മക്കളെ, പച്ചടിയും കിച്ചടിയും ഉണ്ടാക്കാനുള്ള പണി ഇത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ. അപ്പം ഇത് രണ്ടും നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. പച്ചടി കിച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.